ഹേ ഗായ്സ്, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അങ്ങനെ ചെറിയൊരു വ്ളോഗായിട്ട് പിന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു മെയ് മാസം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു മാസമാണ്. എന്നുവെച്ചാൽ നമ്മുടെ വെതർ ഇപ്പം ചേഞ്ചായി, സ്പ്രിങ് സീസൺ ആയി. അപ്പോൾ അതിൻ്റെ തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വെതർ ആയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇപ്പം 9 to 5 ജോബ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് വെക്കേഷൻ ടൈംസ് ഉള്ള ഒരു മാസം കൂടെ. ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ഒരു വർക്കിംഗ് ഡേ വരികയാണെങ്കിൽ ഇവർ ബ്രിഡ്ജിങ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പം ടോട്ടൽ വീക്കെൻഡ്സും കൂടെ കൂട്ടിയിട്ട് ഒരു 4 ഹോളിഡേയ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക്, അതായത് ജർമ്മനിയുടെ സൗത്തിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് ഉള്ളത്. ഈ ഒരു ചെറിയ ഷോർട്ട് പീരീഡിൽ കഴിയുന്നത്രയും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പ്ലാനോടാണ് നമ്മൾ ഈ ട്രിപ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിലും വരുന്ന വ്ളോഗ്സിലും ഉൾപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സ്ഥിരം പോകാറുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ സീസണൽ ചേഞ്ചസ് പ്രത്യക്ഷത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ നിൽക്കുന്ന മരങ്ങളാണ്. അവിടെ യെല്ലോയിഷ് ആയിട്ട് കാണുന്നത് കനോല ഫീൽഡ്സാണ്. ഇവിടെ ജർമ്മനിയിൽ കുക്കിങ്ങിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിൽ, കനോല ഓയിൽസ്, അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെയാണ്. കോക്കനട്ട് ഓയിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി റെയർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇന്നത്തെ ദിവസം മോസ്റ്റ്ലി ട്രാവൽ തന്നെയാ. ഏതാണ്ട് നമുക്ക് 6 hours ട്രാവൽ ഉണ്ട്. ഞാൻ എൻ്റെ വർക്കിന് ശേഷമാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഏതാണ്ട് നല്ല വിശപ്പായിട്ടുണ്ട്. നമ്മൾ വണ്ടി ചാർജ് ചെയ്യാൻ നിർത്തിയെടുത്ത് തന്നെ KFC ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പോയി എന്തെങ്കിലും കഴിക്കാം. അപ്പം നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനിട്ടു ടെസ്ല സൂപ്പർ ചാർജിങ് സ്റ്റേഷനിൽ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് KFC ഉണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ KFCയിലോട്ട് പോവുക. വണ്ടി ചാർജ് ചെയ്യുമ്പോൾ നമുക്കും ചാർജ് ചെയ്തേച്ച് ഇനി ബാക്കിയുള്ള ജേർണി കണ്ടിന്യൂ ചെയ്യാം. എനിക്ക് മിറുണ്ടായിരുന്നു.
അപ്പം അതുപോലെ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ 2 സെറ്റ് ചില്ലി ചീസ് ബർഗറും 2 ക്രിസ്പീസും പിന്നെ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു. അപ്പം നമ്മൾ സൂപ്പർ ചാർജിങ് സ്റ്റേഷനിലോട്ട് തിരിച്ചു പോവുക. ചെറിയൊരു മഴച്ചാറ്റൽ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല രസം കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ചാർജ് ആയല്ലേ? ഓക്കെ, 95% ആയി. സോ ഗൈസ്, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് ബ്ലാക്ക് ഫോറസ്റ്റിൽ. നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ടോട്ട്മൂസ് എന്ന് പറയുന്ന ഒരു ടൗൺ ആണ്. അത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടുവേർഡ്സ് ദി സൗത്താണ് വരുന്നത്. ഇപ്പം ഏതാണ്ട് നമുക്ക് ഒരു സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ബോർഡറിന് അടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യണേ. നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഏതാണ്ട് പക്ക ഒരു നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൈൻ ട്രീസ് അങ്ങനെ കുറേ നമുക്ക് ടുവേർഡ്സ് ദ സൗത്ത് കൂടുതൽ കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു റൂമിലാണ് നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത്. എത്തിയപ്പോഴത്തേനും നല്ല ലേറ്റായി. നമ്മൾ കിടന്നപ്പോഴത്തേനൊക്കെ ഏതാണ്ട് 1:20 വെളുപ്പിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്, എന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഈ റൂമിൽ നിന്ന് നമുക്ക് പുറത്തോട്ടുള്ളൊരു വ്യൂ നിങ്ങളെ ഫസ്റ്റ് കാണിച്ചു തരാവേ. കണ്ടില്ല, നമുക്കിതിൻ്റെ വെളിയിലായിട്ട് ഒരു ചെറിയ ലേക്ക് ഉണ്ട്. ഇന്നലെ വന്നപ്പോൾ മുതലേ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ശബ്ദം, ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതിൻ്റെ ഒരു ശബ്ദം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ഇന്നലെ വന്നപ്പോൾ നൈറ്റ് ടൈം ആയിരുന്നു. പക്ഷെ അപ്പോൾ എന്താ നമുക്കിവിടെ എന്ന് മനസ്സിലായില്ല. ലേക്കാന്ന് മനസ്സിലായി, പക്ഷെ അത് എവിടെയാ എന്താ ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് മോർണിംഗ് തന്നെ നമ്മൾ എണീറ്റപ്പോൾ നോക്കിയത് ഇത് എവിടെ നിന്നായി ശബ്ദം എന്നുള്ളത്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലേക്കുണ്ട്. ഇവിടെ നമുക്ക് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയായി ബ്ലാക്ക് ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയുള്ള ബ്ലാക്ക് ഫോറസ്റ്റിന്റെ വിശേഷങ്ങൾ നമ്മൾ വരുന്ന വീഡിയോസിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,